രാജഗോപാൽ സർ, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ BJPക്ക് വൻ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി മോദിയും അതുപോലെ തന്നെ അമിത്ഷയും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു ഒരു പ്രസ്താവനയാണ്, ബംഗാൾ പിടിച്ചെടുക്കും, അതുപോലെ തന്നെ തങ്ങൾക്ക് തമിഴ്നാടും കേരളവും കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സൂചനയല്ലേ ഇപ്പോൾ കേരളത്തിൻ്റെ തല തന്നെ പിടിച്ചെടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തലസ്ഥാനത്തിൽ ഇപ്പോൾ വലിയൊരു നേട്ടമാണ് ഇപ്പോൾ BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ സാർ നോക്കിക്കാണാം? മോദി പറഞ്ഞ കാര്യവും അതിലോട്ട് തന്നെയല്ലേ ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് അതിലെ അത് വരുന്നത്. കാരണം അവര് പറഞ്ഞ വാക്കുകളൊന്നും പാഴായി കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയാണെങ്കിലും അമിത്ഷാ ആണെങ്കിലും അവര് അങ്ങനെ വെറുതെ പറയാറില്ല, പാഴ്വാക്കുകൾ അവർ പറയാറില്ല. ബീഹാറിനെ കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അടുത്തത് ബംഗാളാണെന്ന് പറഞ്ഞിരുന്നു. ബംഗാളിൽ SIR നടപ്പാകുകയാണ്, അവിടെ നമുക്കറിയാം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. നേരെ ചൊവ്വയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് മമത അനുവദിക്കുകയാണെങ്കിൽ ബംഗാളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അവർ പറഞ്ഞ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. പിന്നീട് അവർ പറഞ്ഞ മറ്റൊരു വാക്കാണ്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു, ഈ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷ്യം തമിഴ്നാടും കേരളവുമാണെന്നുള്ളത്. സൗത്ത് ഇന്ത്യയിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം വെച്ചിട്ടുള്ളതെന്നുള്ളത്. അത് തമിഴ്നാടിനെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം തമിഴ്നാട്ടിലേക്കാണ് പരീക്ഷണം നടത്താമെന്ന് കരുതിയിട്ട് അതിന് ചില നീക്കുപോക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു നോക്കിയിരുന്നു. ADMK സഖ്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അതിനകത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായ ശേഷം അതിങ്ങനെ തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വിജയിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. തമിഴ് രാഷ്ട്രീയത്തെ ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന വിജയ് എന്ന് പറഞ്ഞ സിനിമാ നടൻ കഴിഞ്ഞ 3-4 ദിവസത്തേക്ക് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ എടുക്കും, പക്ഷെ ആരുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് വരെ വിജയ് അത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ആരുമായിട്ടും സഖ്യം ഉണ്ടാക്കാൻ തയ്യാറാണ്. DMK സർക്കാരിനെ പുറത്താക്കുന്നതിനായിട്ട് ആരുമായിട്ടും സഖ്യം ഉണ്ടാക്കാൻ തയ്യാറാണെന്നുള്ള വിജയിയുടെ പ്രസ്താവന അതൊരു വലിയ പ്രസ്താവനയാണ്. അതിന് എങ്ങനെയാണ് BJP അത്തരം കാര്യങ്ങളിൽ അവരുടെ നിലപാട് എടുക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തമിഴ്നാട് സൂചനയാണ് കിട്ടുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് വിജയ് വലിയ സ്വാധീനമുള്ള ആള് തന്നെയാണ് തമിഴ്, പ്രത്യേകിച്ച് സിനിമ നടന്നുള്ള വലിയൊരു ഇമേജും കൂടെ ആവും. പിന്നീടാണ് നമ്മൾ കേരളത്തെ, പക്ഷെ അതിനു മുമ്പ് തന്നെ കേരളത്തെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. കേരളം ശ്രദ്ധിക്കുക ഇന്നലെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി. അതാണ് മുമ്പേ അഖില സൂചിപ്പിച്ചത്, തല തന്നെ പിടിച്ചെടുത്ത് കളഞ്ഞു അല്ലേ. അപ്രതീക്ഷിതം വെച്ചാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, അവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെയായിരുന്നു. എത്രയോ വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിരുന്നില്ല. അത് പിന്നെ ഇടതുപക്ഷ ഭരണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് ആദ്യത്തെ ലക്ഷ്യം അവർ സാധിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ നമ്മൾ പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തില് അതിന്റെ തലച്ചോറ് തന്നെ അവർ ആദ്യം എടുത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് കാലത്തും തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഞങ്ങളുടെ ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ ഡിവിഷനുകളെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അത് ഒരുപാട് സ്വാധീനിക്കുന്നതാണ്. കാരണം അവിടെ രാഷ്ട്രീയ വോട്ടുകളാണ് കൂടുതൽ വരുന്നത്. നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ ഒരു പരിധി വരെ അത് രാഷ്ട്രീയം വിട്ടുള്ള വോട്ടുകളാണ് അവിടെ വരുന്നത്. പക്ഷേ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കോർപ്പറേഷൻ രാഷ്ട്രീയ വോട്ടുകളാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. BJPക്ക് 50 സീറ്റുകളാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. എങ്കിലും അവർക്ക് ഭരിക്കാം. 2 സ്വതന്ത്രന്മാരുള്ളത് കൊണ്ട് അവർക്ക് അവിടെ ഭരിക്കാമെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഒന്നാം തരം സ്ഥാനാർത്ഥികളെയുമാണ് നിർത്തിയിരിക്കുന്നത്. DGP ആയിട്ടുള്ള ശ്രീലേഖ വരെ ജയിച്ചിട്ടുണ്ട് അവിടെ. പ്രധാനപ്പെട്ട ഒരു മുഖമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അവർ മേയറാവുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം മേയറായിട്ട് ശ്രീലേഖ തന്നെ വരുമെന്നാണ് ഇതുവരെയുള്ള സൂചനകൾ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു വലിയൊരു അടുക്കും ചിട്ടയും ഉണ്ടാകും. മുമ്പേ കഴിഞ്ഞ ഭരണങ്ങളിലെ പോലെ തന്നെയുള്ള ഒരു കുത്തഴിഞ്ഞ സ്വഭാവം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ആരോപിക്കുന്നത് പോലെയുള്ള പക്ഷപാതിത്വവും തൻപ്രമാണിത്വവും പോലെ ഇതൊന്നും അവിടെ ഉണ്ടാകത്തില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഭരണം കാഴ്ചവെക്കാം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അവർക്ക് പോലീസ് കാര്യങ്ങളെ കുറിച്ചുള്ള വിവരമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ മാറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ മറ്റു തലങ്ങളിലേക്ക് നോക്കുക, മറ്റു ജില്ലകളിലേക്ക് നമ്മൾ നോക്കുക. BJP ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം കണ്ടിട്ട് അവർക്ക് അതായത് തേർഡ് ഫോഴ്സ് ആയിട്ട് കേരളത്തിൽ അവർ വന്നു കഴിഞ്ഞു. ഇതുവരെ LDF UDF അല്ലെങ്കിൽ UDF LDF എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള 2 സമവാക്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല.
BJP നിലവിലുണ്ടായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ 18 മുതൽ 20% വരെ വോട്ടുകൾ അവർക്ക് കിട്ടിയിരുന്നെങ്കിലും അവരെ ഒരു ജയിക്കുന്ന മുന്നണിയായിട്ട് ആരും കണ്ടിരുന്നില്ല. അപ്പൊ പിന്നെ അവർക്ക് വോട്ട് കൊടുക്കണ്ട എന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിയിരിക്കുന്നു. ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ കടന്നു വന്നിരിക്കുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ വന്ന കണക്കുകൾ പ്രകാരം, ഇന്നലെ വന്ന കണക്കുകളിൽ, അത് ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല, പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ഏതാണ്ട് 1.75% വോട്ട് വിഹിതമാണ് BJP കൂടിയിരിക്കുന്നത്. BJPക്കാണ് കൂടുതൽ കാണിച്ചിരിക്കുന്നത്. 1.75% വോട്ട് BJPക്ക് കൂടിയിട്ടുണ്ട്. LDFന് ഏതാണ്ട് 1% വോട്ട് കുറഞ്ഞുപോയി. അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാണ്ട് 1% വോട്ട് കുറവ്. UDFന്റെ വോട്ടിങ്ങിനകത്ത് അങ്ങനെ വലിയ വ്യത്യാസം കാണിക്കുന്നില്ല. പക്ഷേ ചില ഈ പറഞ്ഞ പോലെ ത്രികോണ മത്സരം ആയതുകൊണ്ടാണ് അതിനകത്തിൽ നിന്ന് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞത്. BJPക്കും അങ്ങനെയാണ് വന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ അന്ന് മത്സരിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞിരുന്നു, അവരുടെ ഒരൊറ്റ ലക്ഷ്യം വികസനത്തിലൂന്നിയാണ്. ഞങ്ങൾ അങ്ങനെ പെറ്റി പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണ പൊളിറ്റിക്സിനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വികസനം വികസനം വികസനം, ഇത് മാത്രമായിരുന്നു അവരുടെ അത്തരം മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിലൂന്നിയാണ് പ്രവർത്തിച്ചത്. അതേപോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്ക് വളരെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എല്ലാ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു അത്. എങ്കിലും BJP അത്തരം കാര്യത്തിൽ ചെറുപ്പക്കാരായ വിദ്യാസമ്പന്നരുമായ ആളുകളെ കൂടുതലായിട്ട് രംഗത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ ഓരോ വാർഡിലെ നോക്കുക, അത് കോൺഗ്രസിനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പരിധിവരെ CPM-ഉം അത്തരം കാര്യങ്ങളെ, പഴയ മുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു അവിടെ നടത്തിയത്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നത്, തിരുവനന്തപുരത്തെ നിങ്ങൾ ആരും ജോലി അന്വേഷിച്ച് ഇവിടുത്തെ കുട്ടികൾ ആരും വിഷമിക്കണ്ട, കേരളത്തിലെ കുട്ടികളെ വിഷമിക്കേണ്ട, തിരുവനന്തപുരം നഗരത്തെ ഞാനൊരു സിലിക്കൺ വാലി, അത് IT-യുടെ ഹബ്ബായിട്ട് മാറ്റാം, ഒരു IT-യുടെ ഒരു വലിയ തലസ്ഥാനമാക്കി തിരുവനന്തപുരത്തെ മാറ്റാമെന്നുള്ള ഒരു ഓഫറായിരുന്നു അദ്ദേഹം വെച്ചിരുന്നത്. അദ്ദേഹം ഒരു വെറും രാഷ്ട്രീയക്കാരനല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിനുള്ള കഴിവുണ്ട്. കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്നുള്ള എല്ലാ സ്വാധീനവും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം വിജയിച്ചില്ല. ചെറിയ മാർജിൻ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇവിടെ വന്ന കാര്യങ്ങൾ നോക്കുക. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധ എന്താണെന്ന് നോക്കുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് അത് കമ്മീഷൻ ചെയ്തപ്പോൾ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് കടക്കുമ്പോഴത്തേക്ക് സ്ഥലം കിട്ടുന്നില്ല. തിരുവനന്തപുരത്ത് സ്ഥലമില്ല. തിരുവനന്തപുരത്ത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അതിന്റെ 2ാം ഘട്ട വികസനവും അനുബന്ധ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നാഗർകോവിൽ ജില്ല വരെ ആശ്രയിച്ചിരിക്കുകയാണ്. തമിഴ്നാട് മനസ്സിലായി. തമിഴ്നാട്ടിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അവര് നാഗർകോവിൽ ജില്ലയിലെ നാങ്കുനേരി അടക്കമുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അവർക്ക്. അവിടത്തേക്ക് അതിന്റെ എക്സ്റ്റൻഷൻ വികസനം വരികയാണ്. അതുപോലെ നാഷണൽ ഹൈവേ 66 കാസർഗോഡ് തിരുവനന്തപുരം പാത അടുത്ത 2026 ഓഗസ്റ്റ് തുറക്കാൻ പോവുകയാണ്. 6 വരി പാത വരുന്നു. വലിയ വികസനം വരികയാണ്. അതുപോലെ തിരുവനന്തപുരത്തിന്റെ ഔട്ടർ റിംഗ് റോഡ് വരികയാണ്. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചില്ലേ, ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മുടെ മിസൈല്, നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന ഏറ്റവും സംഹാരശേഷിയുള്ള മിസൈലിന്റെ നിർമ്മാണം കാട്ടാക്കടയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നോക്കുക, തിരുവനന്തപുരത്തിന് വരുന്ന മാറ്റങ്ങൾ നോക്കുക. വലിയ വികസന കുതിപ്പ് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോവുകയാണ്. തിരുവനന്തപുരം സ്വപ്നതുല്യമായ ഒരു നഗരമായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു സൂചനയാണ് ഇന്നും ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. പ്രധാനമന്ത്രി 1 മാസത്തിനകം തിരുവനന്തപുരത്ത് എത്തും. നേരത്തെ തന്നെ ചില സൂചനകൾ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് തിരുവനന്തപുരം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ അവിടെ അത്ഭുതങ്ങൾ കാണിക്കാം എന്നൊക്കെയുള്ള ചില പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് BJPയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷായെ സംബന്ധിച്ച് അവരുടെ അങ്ങനെ ഒരു വെറും വാക്കുന്നവർ പറയുന്ന ആളുകളല്ല. ഉണ്ടാകും. ഈ പ്രധാനമന്ത്രിയുടെ ഈ വരവ്, ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 1 മാസത്തിനകം അല്ലെങ്കിൽ 1.5 മാസത്തിനകം പ്രധാനമന്ത്രി എത്തുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കൃത്യമായിട്ട്. എന്തായാലും അദ്ദേഹം വരുന്നുണ്ട്. ജനുവരി അവസാനത്തിന് മുമ്പായിട്ട് അദ്ദേഹം കേരളത്തിൽ എത്തുന്നുണ്ട്. എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? തിരുവനന്തപുരത്തിനോ അല്ലെങ്കിൽ ഒരുപക്ഷെങ്കിൽ കേരളത്തിന് സമഗ്രമായിട്ടോ കിട്ടാൻ പോകുന്ന വലിയ പദ്ധതികൾ, വലിയൊരു പാക്കേജിന്റെ പ്രഖ്യാപനമായിരിക്കും അത് ഉണ്ടാകാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ അടക്കം സംസ്ഥാനത്തെ ബാക്കി എല്ലാ ജില്ലകളിലും 13 ജില്ലകളിലും BJPക്ക് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്ന ഒരു ആ ആഭിമുഖ്യം രാഷ്ട്രീയ വോട്ടാക്കി മാറ്റാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹം ശ്രമിക്കും. ആ പാർട്ടി ശ്രമിക്കും. അത് സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. ഇനിയിപ്പോ കഷ്ടിച്ചൊരു 5 മാസം അല്ലെ, 5 മാസത്തിനകം അല്ലെങ്കിൽ 5 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഒരു വലിയ പ്രോജക്റ്റുമായിട്ട് തന്നെയായിരിക്കും പ്രധാനമന്ത്രി എത്തുന്നതെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അതിനുള്ള കളങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി, വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറെ വിട്ടത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രമം സമ്പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം.
അതാണ് ഈ റിസൾട്ട്, തെരഞ്ഞെടുപ്പിലുള്ള ഈ റിസൾട്ട് കാണിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്തിന് വരാം, ഉണ്ടാകാൻ പോവാണ് ഒരു സൗഭാഗ്യം. ആ സൗഭാഗ്യം ഉണ്ടാകുകയാണ്. അത് വികസനത്തിൽ തന്നെയാണ്, വികസനത്തിൽ ഊന്നി തന്നെ, അല്ലാതെ വേറെ മറ്റ് തരത്തിലുള്ള രീതികളിലേക്കൊന്നും പാർട്ടികളിലോ അല്ലെങ്കിൽ അങ്ങനെ സമുദായ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള, അതാണ് ഒരു പറയുന്നത്, പെറ്റി പൊളിറ്റിക്സിലേക്ക് ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ ആസ്പദമാക്കി, കാരണം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണ് പ്രതീക്ഷ. അവർക്ക് ഈ മാതിരിയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളില് ഈ കക്ഷി രാഷ്ട്രീയത്തിനകത്ത് കിടന്നുകൊണ്ട് സമ്മർദ്ദം ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. അവർക്ക് തൊഴിലവസരങ്ങൾ വേണം, അല്ലെങ്കിൽ വിദേശ സർവകലാശാല കേരളത്തിലേക്ക് കൊണ്ടുവരാം. അതും അങ്ങനെ ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾ എന്തിനാണ് പോകുന്നത്? കാനഡയിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോകേണ്ട കാര്യം എന്തിനാണ്? കേരളത്തിൽ തന്നെ അതിനുള്ള സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തുകയാണ്. അതേപോലെ തന്നെ IT ഹബ്ബ്, ഐ ടി അന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇത് സിലിക്കൺ വാലി ആക്കാമെന്ന് പറഞ്ഞപ്പോ ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും വലിയ എതിർപ്പുണ്ടായത്. കാരണം അദ്ദേഹം അന്ന് ബാംഗ്ലൂരിൽ നിന്നാണല്ലോ, കർണാടകത്തിൽ നിന്നാണ് അദ്ദേഹം MP ആയത്. അപ്പൊ അവിടെ നിന്നാണുള്ള ആളുകളാണ് പറഞ്ഞത്, താങ്കൾ എന്തിനായി തദ്ദേശീയവാദം പറയുന്നത്? ബാംഗ്ലൂരിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന് ജയിച്ചിട്ട് കേരളത്തിൽ നന്നാക്കുകയാണോ എല്ലാം കൂടെ അങ്ങോട്ട്? കാരണം നമുക്കറിയാമല്ലോ, ബാംഗ്ലൂർ ഇന്ന് IT തലസ്ഥാനമാണ് അല്ലേ? എത്രയോ മലയാളികളൊക്കെ, എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളിയാണ്. അതെല്ലാം തിരുവനന്തപുരത്തേക്ക് വന്നാലൊന്ന് ആലോചിച്ച് നോക്കി. മലയാളി കുട്ടികൾക്ക് അത് വലിയ അവസരമല്ലേ തുറന്നു വരുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രധാനമന്ത്രിയുടെ വരവിനെ, നമ്മൾ ആ ജനുവരിക്ക് മുമ്പുള്ള വരവിന് കാത്തിരിക്കാം. അതിന്റെ ഒരു കളമൊരുക്കമാണ് തിരുവനന്തപുരത്ത് നടന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തല പിടിച്ചു അല്ലെങ്കിൽ ബുദ്ധികേന്ദ്രം പിടിച്ചു എന്ന് പറഞ്ഞ എന്റെ ഒരു കാര്യം അത് തന്നെയാണ്. അത് തന്നെയാണ് അതിൽ സൂചിപ്പിച്ചത്.